Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബ് ഷോർട്സിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. യൂട്യൂബ് ഷോർട്സ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതിൽ ഞങ്ങൾ വീഡിയോസ് ഇടുന്നത് മൂലം ഞങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ളത്. യൂട്യൂബിൽ ഇത്തരത്തിൽ ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചർ വന്നപ്പോൾ ആദ്യം അതിലൊരു പൈസ തരും എന്നുള്ളതൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇതിലൊരു ഫണ്ട് കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞ് പുതിയൊരു അപ്ഡേറ്റ് ഒക്കെ വന്നപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി ആയിട്ട് പറഞ്ഞതാണ്. $100 തൊട്ട് $10,000 വരെയാണ് ആ ഒരു ഫണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ വൈറലാവുന്നതിനനുസരിച്ചിട്ടാണ് ആ ഫണ്ട് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുകയോ അതുപോലെ ഇത്ര സബ്സ്ക്രൈബ് വേണം എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയോ അങ്ങനെയൊന്നുമില്ല. 0 സബ്സ്ക്രൈബ് മുതൽ തന്നെ നമ്മുടെ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചർ അടിപൊളിയാണ്. ഒരുപാട് പേര് സ്വന്തം കണ്ടന്റ് തന്നെ ഉപയോഗിക്കുന്നുണ്ടോ. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഷോർട്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് പോളിസിക്ക് നിരക്കാത്ത രീതിയിലുള്ള ഷോർട്സ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ വാട്ടർമാർക്ക്, അതായത് ഏതെങ്കിലും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അതിലുള്ള വാട്ടർമാർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിൽ വാട്ടർമാർക്ക്, അതുപോലെ ചില ചാനലുകളുടെ നെയിമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഷോർട്സ് ഫണ്ട് കിട്ടുന്നതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കുന്ന രീതിയിലുള്ള വീഡിയോസിനെ ഷോർട്സ് ഫണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, അവനവൻ്റെ കണ്ടന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും പേടിക്കാണ്ട് ഷോർട്സ് ഫണ്ടിന് അർഹനാവും. നല്ല വൈറലൊക്കെ ആയി കഴിഞ്ഞാൽ. ഓക്കെ, വീഡിയോ വൈറലാവണം. ഇതിൻ്റെ പ്രത്യേകത അത്തരത്തിലാണ്. നന്നായി വ്യൂസ് വരണം. എന്നിരുന്നാലാണ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വന്നിരുന്നാൽ തീർച്ചയായിട്ടും ഷോർട്ട് ഫണ്ടിന് അർഹനാവും. അപ്പോൾ ഒരുപാട് പേർക്ക് ഷോർട്ട് ഫണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ചേട്ടൻ എന്നോട് ഈ ഇടയ്ക്ക് പറയുകയുണ്ടായി, ഞാൻ ഷോർട്സ് വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ അതിൽ ഏകദേശം 30,000 രൂപയോളം കിട്ടി. അദ്ദേഹം സത്യസന്ധമായ കാര്യം പറഞ്ഞു. അപ്പോൾ നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ, അദ്ദേഹത്തിൻ്റെ ചാനലിൽ നല്ല വ്യൂസ് ഉണ്ട്. പക്ഷേ അദ്ദേഹം ഒരു സംശയം ചോദിക്കാനായിട്ടാണ് എൻ്റെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടത്. എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് വീഡിയോസിനൊക്കെ എനിക്ക് നല്ല വ്യൂസ് ഉണ്ട് ഇക്ക, അതുപോലെ തന്നെ എൻ്റെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ തീരെ വ്യൂസ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ശരിയാണ്, 49 മില്യൺ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഷോർട്സ് വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതിലും കൂടുതൽ കിട്ടിയിട്ടുള്ള വീഡിയോസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ഷോർട്സ് വീഡിയോ അദ്ദേഹം വോയിസ് ഒന്നും ഇല്ലാണ്ട് ആക്ടിങ് ആണ്, അഭിനയിച്ചിട്ടുള്ള ഷോർട്സ് ആണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പല ഭാഷക്കാരും, അതായത് നമ്മുടെ മലയാളീസ് മാത്രമല്ല പല ഭാഷക്കാരും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചറിലൂടെ വീഡിയോ വൈറലായിരിക്കുകയാണ്, നന്നായി വൈറലായിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ സംസാരത്തിലുള്ള വ്ളോഗും നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ അതിന് വെറും 3K 4K വ്യൂസൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് ഇതിലുള്ള മാറ്റം. അതായത് അതിൽ വോയിസ് ഇല്ലാണ്ടും ആക്ടിങ് മാത്രം ചെയ്യുമ്പോൾ പല ആളുകളും കാണും. അതിൽ ഭാഷൻ്റെ കാര്യമില്ല, ആ ചെയ്യുന്ന പ്രവണത എന്താണോ അതാണ് ആളുകൾക്ക് കാണാനുള്ള ആ ഒരു ഇഷ്ടം. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ ഭാഷ ഉണ്ടെങ്കിൽ കൂടി അതും വൈറലാവുന്നുണ്ട്. അപ്പോൾ ഈ ഷോർട്സിൽ തന്നെ ഷോർട്സ് എന്ന് പറയുന്ന ഈ വീഡിയോസ് ഇട്ടുകൊണ്ടേ പോകുമ്പോൾ നല്ല വ്യൂസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ലോങ് വീഡിയോ ഇടുമ്പോൾ വ്യൂസ് കിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലാണ് അതിൻ്റെ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഷോർട്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ ഒരു കാര്യം ചെയ്യാം, എങ്ങനെ ഈ ഷോർട്സ് ഒരുപാട് പേര് ചെറിയ ഷോർട്സ് ഇട്ടിട്ട് തന്നെയാണ് ഒരുപാട് സബ്ബും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോ വൈറലായി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ലോങ് വീഡിയോ ഇടാറുണ്ട്. 1 മിനിറ്റിൽ കൂടുതലുള്ള 2 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ പിടിച്ചു കയറാറുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിരിക്കും അത് ഇടുന്നത്. ഷോർട്സ് വീഡിയോ എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് ഇടുന്നത്. അതേപോലെ തന്നെ കുറച്ച് ലോങ് വീഡിയോ എടുക്കുന്നതും എൻ്റർടൈൻമെൻ്റ് ആണ്. ഉദാഹരണം പറയുന്നത് ഷാജഹാൻ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് ഫോളോവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം അത്തരത്തിലാണ് ചെയ്യുന്നത്. ആദ്യം ഷോർട്സിലാണ് പിടിച്ചു കയറിയത്, ഇപ്പോൾ കുറച്ച് ലോങ് ഒക്കെ ആയിട്ട് ഇടും. ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ഓഡിയൻസ് റിട്ടൻഷൻ അധികരിക്കണം. ഏതൊരു വീഡിയോയ്ക്കും അത് വൈറലാവണം എന്നുണ്ടെങ്കിൽ ഓഡിയൻസ് റിട്ടൻഷൻ അധികരിച്ചാൽ മാത്രം, ആളുകൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൈറലാവും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷോർട്സ് വീഡിയോ തീർച്ചയായിട്ടും വൈറലാവും. അതിലൂടെ ചെറിയ ലോങ് ഒക്കെ ഇടാം. എൻ്റർടൈൻമെൻറ്റ് വീഡിയോയ്ക്കും അതുപോലെ തന്നെ ഇൻഫർമേഷൻ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഷോർട്സിൽ വൈറലാവുന്നത്. ഈ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തമ്പനെയിൽ കാണുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ഷോർട്സ് വീഡിയോയിൽ തമ്പനെയിൽ വെക്കാൻ സാധിക്കില്ല. അത് നമ്മൾ തമ്പനെയിൽ വെക്കാൻ പറ്റും, പക്ഷേ ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചറിൽ പോകുമ്പോൾ തമ്പനെയിൽ കാണത്തില്ല. അങ്ങനെയാണ് തമ്പനെയിലിൻ്റെ. പിന്നെ വാച്ച് ടൈം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണിറ്റൈസുമായി ബന്ധപ്പെട്ടുള്ള വാച്ച് ടൈം കിട്ടില്ല. ഓക്കെ, നമ്മുടെ ക്രൈറ്റീരിയ ഉണ്ടല്ലോ 4000 പബ്ലിക് വാച്ച് അവേഴ്സ് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയയിലേക്ക് ഈ വാച്ച് ടൈം ഇൻക്ലൂഡ് ആവുന്നതല്ല. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ അനലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ ടോട്ടൽ വാച്ച് ടൈം ഒരുപാട് കാണുന്നതായിരിക്കും. പക്ഷേ
നമ്മുടെ മോണിറ്റൈസേഷൻ പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ വാച്ച് ടൈം കാണുന്നതല്ല. അപ്പോൾ അങ്ങനെയാണ് ഷോർട്സ് വീഡിയോയുടെ വാച്ച് ടൈം കണക്കാക്കുക. ഓക്കെ, അപ്പോൾ വാച്ച് ടൈം ഒരിക്കലും മോണിറ്റൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാച്ച് ടൈം കിട്ടുമെന്ന് വിചാരിച്ച് ഷോർട്സ് ഇടുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയുണ്ടായി. ഒരുപാട് വീഡിയോ എൻ്റെ വൈറലാവുന്നുണ്ട്, ഇതിൻ്റെ വാച്ച് ടൈം എന്തുകൊണ്ട് ഇൻക്ലൂഡ് ആകുന്നില്ല, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ത്രൂ തീർച്ചയായിട്ടും മെയിൽ വരും. മെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് ആഡ്സെൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്കൊക്കെ ഷോർട്ട് ഫണ്ട് ഉണ്ടോ അവർക്ക് മാത്രമേ മെയിൽ വരുള്ളൂ കേട്ടോ. അവർക്കാണ് ക്ലെയിം ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതിലൂടെ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഷോർട്ട് ഫണ്ട് ഉള്ളവർക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ 15 സെക്കൻഡിന് താഴെയുള്ള വീഡിയോയ്ക്ക് നമുക്ക് ഈ ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചറിൽ നിന്നുള്ള മ്യൂസിക് ഉപയോഗിക്കാം. 15 സെക്കൻഡിന് മുകളിലുള്ള 60 സെക്കൻഡിൻ്റെ താഴെ വരെയുള്ള വീഡിയോസ്, 59 സെക്കൻഡിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. 60 സെക്കൻഡിൽ നിങ്ങൾ ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചറിൽ വരാൻ സാധ്യത കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ 59 സെക്കൻഡിൽ നിർത്തുക. 59 സെക്കൻഡ് വരെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മ്യൂസിക് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള ഫ്രീ മ്യൂസിക് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. അതും നിങ്ങൾ സിനിമാ ഗാനങ്ങൾ പലവിടുന്ന് ഒരേ ഗാനമാണല്ലോ നമ്മൾ ഈ ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചറിൽ കാണുന്നത് എന്ന് വിചാരിച്ച് പല സിനിമാ ഗാനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്താൽ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും. ഓക്കെ, ഈ ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചറിലൂടെ തന്നെ ഒരുപാട് മ്യൂസിക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത്തരം മ്യൂസിക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അത് 15 സെക്കൻഡിൽ താഴെയുള്ള വീഡിയോസിനെ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. അഥവാ നിങ്ങൾ 60 സെക്കൻഡ് വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ 15 സെക്കൻഡിൻ്റെ അതുവരെ ഉള്ള മ്യൂസിക് മാത്രമേ പ്ലേ ആകുള്ളൂ. ഒരു മ്യൂസിക് ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചറിൽ നിന്ന് എടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ കൂടി 15 സെക്കൻഡ് വരെ മാത്രമേ അത് പ്ലേ ആകുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾ അതിൽ വോയിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ടാണ് വീഡിയോസ് ഇടുന്നത് വെച്ചാൽ പിന്നെ അവിടെ നിന്ന് ഒരു മ്യൂസിക്കോ ഒരു സൗണ്ടോ കേൾക്കുന്നതല്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ലാൻഡ്സ്കേപ്പായിട്ട് എടുക്കരുത്, പോർട്രേറ്റ് മോഡിൽ വേണം എടുക്കാൻ. ഷോർട്സ് വീഡിയോ എടുക്കാൻ പോർട്രേറ്റ് മോഡിൽ വേണം എടുക്കാൻ കേട്ടോ. ഇതെല്ലാം ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ്. എന്നിരുന്നാലും കുറച്ച് പേര് ബിഗിനറായിട്ട് വരുന്നവർ ഈ വാച്ച് ടൈമുമായി ബന്ധപ്പെട്ടും തമ്പനെയിലിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷോർട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, ഈ വീഡിയോ ഉപകാരമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.